പ്രിയ കൂട്ടുകാരെ നമസ്കാരം. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം മിക്കപ്പോഴും വിവാദങ്ങളിൽ ഏർപ്പെട്ട ക്ഷേത്രമാണ്. അപ്പം ആ ക്ഷേത്രങ്ങളിൽ വിവാദമുണ്ടാകാനുള്ള കാരണങ്ങളുമുണ്ട്. അപ്പം നമുക്ക് പള്ളിയിലാണേലും അമ്പലത്തിലാണേലും അതിനെല്ലാം ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത അവിടുത്തെ നിയമങ്ങളും അനുസരിക്കാമെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോകാവുള്ളൂ. അല്ലാതെ നമ്മുടെ തോന്നിവാസം കാണിക്കാനുള്ള വേദികളാക്കരുത് പള്ളിയും അമ്പലങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രത്തില് ഇന്നലെ തൊട്ട് ആ നടപ്പന്തലിന്റെ ഫോട്ടോഗ്രാഫർമാർക്കും അതുപോലെ വ്ളോഗ് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തി. അതിന്റെ കാര്യം എന്ന് ഞാൻ ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം അവിടെ ക്ഷേത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവമാണ് ഞാൻ നിങ്ങളോട് ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഇത് ഗുരുവായൂർ ക്ഷേത്രമാണ്, അതിന്റെ നടപ്പന്തലാണ്. ഇത് ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്, ചിത്രകാരിയാണ്. ചിത്രരചന പഠിക്കാതെ തന്നെ ചിത്രകാരിയായ ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്ന് ഒരു കേക്ക് മുറിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ജസ്ന വരച്ച ഗുരുവായൂരപ്പൻ്റെ ചിത്രവും നിങ്ങൾക്ക് കാണാം. ഈ ചിത്രവും ഈ വീഡിയോയുമാണ് വിവാദമായിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇത് ജസ്ന സലീം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സെലിബ്രിറ്റി ആയിരിക്കുകയാണ്. അപ്പം ഈ ജസ്ന സലീം ചിത്രരചന പഠിച്ചിട്ടില്ല, പക്ഷെ പഠിക്കാതെ തന്നെ ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ചു. അത് ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു. അവരുടെ ആ ഗുരുവായൂരപ്പനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ ഭക്തി, ഇതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. അതെല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പം ഈ ജസ്ന ഒരു ഗുരുവായൂരപ്പന്റെ ചിത്രം വരയ്ക്കുകയും ആ ചിത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറി. അതിലാണ് ജസ്ന സലീം എന്ന് പറഞ്ഞ വ്യക്തിയെ ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ അവർ ചെയ്ത ഒരു കാര്യം, ഒരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും മര്യാദകളും പാലിക്കാതെ ആ ക്ഷേത്രത്തിന് മുമ്പിൽ കാണിച്ചു കൂട്ടിയ ഒരു സംഭവമാണ്. ഒരു കേക്ക് എന്ന് പറയുന്ന സാധനം ശരിക്കും വെജിറ്റേറിയൻ അല്ല. ഗുരുവായൂർ അമ്പലത്തിനെ സംബന്ധിച്ച് അവിടെ വെജിറ്റേറിയൻ മാത്രമേ, അതിന്റെ ചുറ്റുപാടുള്ള ഹോട്ടലിൽ പോലും വെജിറ്റേറിയൻ ഊണ് അങ്ങനെയുള്ള വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെ കൊടുക്കാവുള്ളെന്ന് വരെ കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സമയത്താണ് ഈ കേക്ക് അവിടെ മുറിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ പള്ളിയിലും അമ്പലത്തിനും ഒക്കെ ഇതിന്റെ ആചാരങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം ഈ പോകുന്നവർ മനസ്സിലാക്കണം. ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് മൃതദേഹങ്ങൾ പാടില്ലെന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഒരു ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു അംഗത്തിന് ഒരു മരണം ഉണ്ടായാൽ പോലും 10 ദിവസം അല്ലെ 15 ദിവസം കഴിഞ്ഞ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പള്ളിയെ സംബന്ധിച്ച് പള്ളിക്കകത്ത് വരെ മൃതദേഹങ്ങൾ കയറ്റാം. അതിന്റെ ആചാരങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഒരു അമ്പലത്തിൽ പോയാലും ഒരു പള്ളിയിൽ പോയാലും അവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ പെരുമാറുക. ഈ പണ്ടുള്ളവർ പറയും, വന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കരുതെന്ന്. അന്ന് അതൊരു സത്യമായ കാര്യമാണ്. നമുക്ക് ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവിടെ പോവുകയോ അവിടുത്തെ ആചാരങ്ങളെ വിമർശിക്കുകയോ ചെയ്യരുത്. അതൊക്കെ ക്ഷേത്രത്തിന്റെ വർഷങ്ങൾക്ക് അല്ലെ പുരാതന കാലം തൊട്ടുള്ള നിലനിൽക്കുന്ന ആചാരങ്ങളാണ്. അപ്പൊ അതിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഈ ജസ്ന കാണിച്ചിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ന്യായീകരിക്കത്തില്ല. ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ മറ്റും ബർത്ത്ഡേ ആഘോഷം നടത്തുക, അതുപോലെ കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്ന അതിനെതിരായിട്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തതിന്റെ ഫലമായിട്ട് കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇവർ ചെയ്തിരിക്കുന്ന 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വീഡിയോ സഹിതം രേഖാമൂലം ഹൈക്കോടതിയിൽ പരാതി കൊടുത്തതിന് ഫലമായിട്ടാണ് ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഓരോരോ പ്രവൃത്തി ചെയ്യുന്ന മൂലമാണ് നമ്മുടെയൊക്കെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. നമ്മുടെ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിന്റെ അവിടെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു ബോർഡ് കണ്ടു. ക്ഷേത്ര മര്യാദകൾക്ക് അനുചിതമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യാവുള്ളൂ. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ആ സഭ്യത പാലിക്കുക, ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഇവിടെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു ബോർഡ് അവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മോശമായ പ്രവൃത്തികൾ ഉണ്ടായത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും മര്യാദകളും പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മറ്റുള്ള എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുക. ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളെ വെറുതെ വിടുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.